مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صبؤا الحب منكتم ما بين منسجم منه وملترم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان صدق الله العلي العظيم. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله على كل حال. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കാസർഗോഡ് ജില്ലാ KMCC സംഘടിപ്പിക്കുന്ന ഈ വിജ്ഞാന സദസ്സിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്നും എത്തിയ ബഹുമാനപ്പെട്ട ആഫിൽ EP അബൂബക്കർ അൽ കാസിമി ഉസ്താദ് അവർകളെ, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്ന UAE KMCCയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി U അബ്ദുള്ള ഫാറൂഖി സാഹിബ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കാസർഗോഡ് ജില്ലാ KMCCയുടെ പ്രസിഡന്റ് PK അഹമ്മദ് സാഹിബ്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി MPM റഷീദ് സാഹിബ്, അബുദാബി സംസ്ഥാന KMCCയുടെ
ജനറൽ സെക്രട്ടറി ടി കെ ഹമീദാജി സാഹിബ്, സുന്നി സെൻറ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റ് ബല്ലാർ ഉസ്താദ്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി മൊയ്തു ഹാജി കടന്നപ്പള്ളി സാഹിബ്, സംസ്ഥാന KMCCയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റ് ഷറഫുദ്ദീൻ സാഹിബ്, സംസ്ഥാന KMCCയുടെ ട്രഷറർ മുഹമ്മദ് സമീർ, സംസ്ഥാന നേതാക്കന്മാരെ, ജില്ലാ മണ്ഡലം KMCCയുടെ നേതാക്കന്മാരെ, സുന്നി സെൻറ്ററിൻ്റെ നേതാക്കളെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, SKSFൻ്റെ നേതാക്കളെ, പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, UAE-യിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ KMCCയെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പ്രവാസ ലോകത്ത് തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന KMCCയുടെ ഉത്ഭവകാലത്ത് തന്നെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് അബുദാബി കാസർഗോഡ് ജില്ല KMCC. 5 മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലാ കമ്മിറ്റി കർമ്മമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ മാത്രം വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ റിലീഫ് പ്രവർത്തനം ജില്ലയ്ക്ക് കീഴിൽ നടന്നു എന്ന് എടുത്തു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെറുതായി ഇൻഷാ അല്ലാഹ് പ്രസിഡന്റ് ഇവിടെ പരാമർശിക്കും. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത് 2 ദിവസത്തേക്ക് വേണ്ടിയായിരുന്നു. ഇവിടുത്തെ ഹാളിൻ്റെ അസൗകര്യം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നാളെ ഇവിടെ നടക്കുന്നത് കൊണ്ട് അത് ഒരു ദിവസത്തേക്കായി ചുരുക്കിയതാണ്. ഇൻഷാ അല്ലാഹ് പരമാവധി സമയം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകണമെന്നതാണ് കമ്മിറ്റിയുടെ തീരുമാനം. നിങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. യൂട്യൂബിലും ഇലക്ട്രോണിക് മീഡിയകളിലും ദിവസവും ആയിരക്കണക്കിന് ആളുകൾ നമ്മളടക്കം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വിശുദ്ധ റമദാൻ മാസത്തിൽ ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് വെച്ച് നടന്ന മതപ്രഭാഷണ പരിപാടിയിൽ കാസർഗോഡ് ജില്ലയിൽ അടുത്ത കാലത്ത് നടന്ന ജനബാഹുല്യമുള്ള ഏറ്റവും വലിയ മതപ്രഭാഷണ വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്ന ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിൽ ജില്ലയിൽ നിന്നുള്ള പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഞങ്ങൾ പ്രഭാഷണത്തിനായി UAE-യിലേക്ക് ക്ഷണിച്ചത്. ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇനിയും സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും സർവശക്തനായ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ കാസർഗോഡ് ജില്ലാ KMCCക്ക് വേണ്ടി ഹൃദയംഗമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് PK അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMCC അബുദാബി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സംഘടിപ്പിക്കുന്ന വിജ്ഞാന സദസ്സ് പരിപാടിയിലാണ് നിങ്ങളുള്ളത്. KMCCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വാചാലമായ അറിയിപ്പൊന്നും ഈ സദസ്സിന് മുമ്പിൽ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെയും പ്രവാസ ലോകത്തെയും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്നില്ല. ആകാശം കാണുന്നത് പോലെ, കടലിലെ വെള്ളം കാണുന്നത് പോലെ
KMCCയുടെ പ്രവർത്തനം സജീവമായി തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. KMCCയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ ഒരു വിജ്ഞാന സദസ്സ്, മതപരമായ ഒരു വിജ്ഞാന സദസ്സ് അവതരിപ്പിക്കണം, ഒരു ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു സദസ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ പല ഭാഗത്തുനിന്നും ഞങ്ങളുടെ പ്രവർത്തകന്മാർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ബഹുമാന്യനായ EP അബൂബക്കർ മൗലവിയെ, അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുമായിരുന്നു. ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ 2 ദിവസത്തെ പരിപാടിയായിരുന്നു ഉദ്ദേശിച്ചെങ്കിലും സ്ഥലത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. എന്തായാലും ഇന്ന് ഈ പരിപാടി വളരെ ഭംഗിയായി തന്നെ ഉസ്താദ് നമുക്ക് മുമ്പിൽ നല്ലൊരു പ്രഭാഷണം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി KMCC ചെയ്തു വരുന്ന പോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പ്രാവശ്യത്തെ കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. ജനറൽ സെക്രട്ടറി ഇവിടെ അത് വിവരിച്ചു കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷത്തേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ്റെ വിഷമേറ്റ് ഒരുപാട് ദുരിതബാധിതരായ ആൾക്കാർ വിഷമിച്ച് കഴിയുന്നുണ്ട്. അവരടക്കമുള്ള മാരക രോഗികളായ ഒരു 100 പേർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള അടുത്ത വർഷത്തേക്കുള്ളൊരു പരിപാടി. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന പോലെ നാം ഒക്കെ അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ദുനിയാവിനെക്കുറിച്ചുമൊക്കെ അറിയുന്നത് മുഅല്ലിങ്ങൾ നമുക്കത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഏറ്റവും തുച്ഛമായ വരുമാനത്തിന് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഏത് മേഖലയെടുത്ത് നോക്കിയാലും ഏറ്റവും തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന മുഅല്ലിങ്ങളെ അവരുടെ ക്ഷേമനിധിയിലേക്ക്, കാസർഗോഡ് ജില്ലാ മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് ഒരു സംഖ്യ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഞങ്ങളുടെ അടുത്ത ഈ ഒരു വർഷത്തെ പദ്ധതിയിലുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട, നമുക്ക് മുമ്പിൽ എപ്പോഴും കാണുന്ന, നമ്മൾ അറിയുന്ന നേതാക്കന്മാരാണ്. എന്തായാലും ഈ പരിപാടിയുമായി സഹകരിക്കുന്ന നിങ്ങളെല്ലാവരും സജീവമായി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി UAE KMCCയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുള്ള ഫാറൂഖി സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രസംഗ കലയിലെ കുലപതിയായ ഉസ്താദ് ഹാഫിദ് അബൂബക്കർ അൽ ഖാസിമി, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി റഷീദ് സാഹബ്, സുന്നി സെൻ്ററിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് പല്ലാർ മുഹമ്മദ് കുട്ടി സാഹബ്, അബുദാബി കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ഹമീദ് ഹാജി സാഹബ്, കാസർഗോഡ് ജില്ലാ KMCCയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് അഹമ്മദ് സാഹബ്, അതിൻ്റെ ജനറൽ സെക്രട്ടറി പൊവ്വൽ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം നാം എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് ഹാഫിളിൻ്റെ പ്രസംഗം കേൾക്കാനാണ്. ഹാഫിള് എന്ന് പറഞ്ഞാൽ അതൊരു ചരിക്കുന്ന ഖുർആനാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ പല ആലിമീങ്ങൾക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യമായി ഞാൻ അതിനെ കാണുകയാണ്. ഞാൻ വളരെയധികം ചാരിതാർത്ഥ്യത്തോടും സന്തോഷത്തോടും കൂടെയാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. കാരണം KMCC മതപരമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, മതനിരാസം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ, മത കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ജനങ്ങൾ പല വഴിക്കും തിരിയുന്ന ഈ കാലഘട്ടത്തിൽ ധർമ്മബോധം വളർത്തുവാൻ വേണ്ടി ഈ പരിപാടി സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാ KMCCയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം ദീൻ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു ദിക്ർ കൊണ്ട്, ഒരു നാവനക്കൽ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഖുറബാ.
ഇസ്ലാം ആരും സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ജന്മം കൊണ്ടത്. അത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. ആ സന്ദർഭത്തിൽ അതിനെ സംരക്ഷിക്കുന്നവർക്ക് മംഗളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ ഇസ്ലാമിനെ സഹായിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന, അതിന്റെ ഓരം പറ്റി നിൽക്കുന്ന ആൾക്കാരായി മാറാൻ സർവശക്തനായ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം അള്ളാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദനായ ഉസ്താദ് EP അബൂബക്കർ മൗലവി, UAE KMCCയുടെ പ്രഗത്ഭനായ നേതാവ് അബ്ദുള്ള ഫാറൂഖി സാഹിബ്, വേദിയിലെ KMCCയുടെയും സുന്നി സെൻറ്ററിൻ്റെ പല്ലാർ ഉസ്താദ് അടക്കം വേദിയിലെ പ്രമുഖരായ നേതാക്കന്മാരെ, സദസ്സിലെ സഹോദരങ്ങളെ, എത്രയും കുറച്ച് പറഞ്ഞോ അത്രയും നന്ന് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും കൂടി ആശംസ പറയാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജംആക്കിയിട്ട് എല്ലാവർക്കും കൂടി ആശംസ പറയാണ്. ഒരൊറ്റ കാര്യം, അബുദാബിയിലെ ഈ കാസർഗോഡ് ജില്ലാ KMCC നിശബ്ദമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാർ അതിനെ നയിച്ച ഒരു സംഘടനയാണ്. ഇത്തരത്തിൽ ഒരു വലിയ വിജ്ഞാന സദസ്സ്, അത് പ്രമുഖനായ ഒരു വാഗ്മിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാന സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഏത് പ്രവർത്തന രംഗത്തും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. അത് ഈ അടുത്ത ഒരു സംഭവത്തിൽ കൂടി തെളിയിക്കപ്പെട്ടതാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഐതിഹാസികമായ 40ാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ പരിപാടിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ ഒരു വലിയ വണ്ടി, ഒരു വലിയ ബസ് അറേഞ്ച് ചെയ്തിട്ടാണ് കാസർഗോഡ് നിന്ന് കോട്ടക്കലേക്ക് എത്തിയത്. വളരെ പ്രായമുള്ള ആൾക്കാരും ഒക്കെ അതിലുണ്ടായിരുന്നു. നമ്മുടെ CK അബ്ദുറഹ്മാൻ ഹാജിയെ പോലെയുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ വന്നു. അതുപോലെ തന്നെ കാസർഗോഡ് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വടക്കേ അറ്റാണ്. അവിടെ നിന്ന് ദീർഘസമയം യാത്ര ചെയ്തിട്ടാണ് അവരങ്ങോട്ട് എത്തിയത്. ആ ഐതിഹാസികമായ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ എല്ലാ KMCC ഘടകങ്ങളെ പോലെ തന്നെയും കാസർഗോഡ് ജില്ലാ KMCC നിർണായകമായ പങ്ക് വഹിച്ചു. ആ സന്തോഷവും കൂടി ഞാനിവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ ധന്യമായ ഒരു ചടങ്ങായിരിക്കട്ടെ. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വിജ്ഞാന സദസ്സാണ്. ഇവിടെ ഖുർആനിലൂടെയുള്ള വിജ്ഞാനം കരസ്ഥമാക്കാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനുമാണ് ഈ വേദി. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ സർവശക്തൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി ബഹുമാനീയനായ ഉസ്താദ് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനു മുമ്പായി ഇവിടെ റമദാനിൽ പരിപാടി നടത്തിയ കീച്ചേരി ഉസ്താദിൻ്റെ ഒരു CD പ്രകാശനം പല്ലാർ ഉസ്താദ് നമ്മുടെ അബ്ദുറഹ്മാൻ ചേക്കു ഹാജിക്കാണ് ഇത് നൽകുന്നത്. ആദരണീയനായ EP അബൂബക്കർ ഉസ്താദിനെ ഈ വിജ്ഞാന സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹിൽ അലിയിൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ ലഹു മുൽക്കു സ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹത അസ്സറാ وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما وأشهد أن لا إله إلا الله وحده لا شريك له عالم السر والنجوى
وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله دعا إلى كلمة الحق والهدى. اللهم صل على محمد وعلى آله وأصحابه أئمة العلم والهدى وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله مولانا العظيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ കാസർഗോഡ് ജില്ല KMCC അബുദാബി KMCC ജില്ലാ കമ്മിറ്റി, അതിൻ്റെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഈ പരിപാടി ഉദ്ഘാടനത്തിനെത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പണ്ഡിത ശ്രേഷ്ഠർ, മഹത്തുക്കൾ, സ്വദേശത്തുള്ളവർ, വിദേശത്തുള്ളവർ, സഹോദരി സഹോദരങ്ങൾ, യുവാക്കൾ, യുവതികൾ, കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാട്ടിലെ പോലുള്ള മതപ്രഭാഷണ വേദിയായി കാണാൻ ഒരിക്കലും പാടില്ല. അള്ളാഹുവിൻ്റെ മഹലായ ഫضل കൊണ്ട് ഈ അബുദാബിയിൽ ഈ വിദേശ ജീവിതം നയിക്കുന്ന നമുക്ക് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. ഗാനമേളയ്ക്കും മിമിക്രിക്കും ഹാസ്യത്തിനുമൊക്കെ ആളുകൾ വളരെ താല്പര്യം കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പോലും പരിപാടികൾ ഈ പരിസരങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാകും, പത്രത്തിലുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ, ഇൽമ, വിജ്ഞാനം കേൾക്കുന്നതിനോടുള്ള ആർത്തിയും ആവേശവും താല്പര്യവും ഈ ഒരുമിച്ച് കൂടലിലൂടെ കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. അതിനാദ്യമായി ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ KMCC കമ്മിറ്റി അംഗങ്ങളെ എല്ലാ നിലയ്ക്കും ബഹുമാന ആദരവോടുകൂടി ഞാൻ അവർക്ക് സ്വാഗതം നൽകുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെ പരിശ്രമത്തെ സ്വീകരിക്കുകയും കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തിന് അർഹമായ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ കൂലി നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ കേരളത്തിലെ ഓരോ ജില്ലയ്ക്കുമാണ് ഈ കമ്മിറ്റി ഉള്ളത്. അതിൽ പല ജില്ലയിൽപ്പെട്ട KMCC പ്രവർത്തകരും കാണും. എല്ലാവരെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ വിനീതൻ്റെ പ്രഭാഷണം പലരും കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. അതിലുമുപരി ആദ്യമായി ഈ ദുബായിൽ നിന്ന്, UAE നിന്ന് തന്നെയാണ് സാധാരണ ആദ്യമായി ഒരു സഹോദരൻ ഈ വിനീതൻ്റെ പ്രഭാഷണം കേട്ടിട്ട് എന്നെ വിളിക്കുന്നത്. കുടുംബജീവിതവും നമസ്കാരം, രക്ഷയും ശിക്ഷയും, ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലുള്ള പല പരിപാടികളും കേട്ടിട്ട് ആദ്യമായി
വിളിക്കുകയും അതിലൂടെ പലരുമായി ബന്ധപ്പെടുകയും അങ്ങനെ പിന്നീട് ഒരു വിളിയുടെ തന്നെ ഒരു പരമ്പര, പിന്നെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഈ റമദാൻ മാസത്തിലും ഈ അബുദാബിയിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. അൽഹംദുലില്ലാ, അവരൊക്കെ വിളിച്ചവരൊക്കെ കാണുമായിരിക്കും. ഇപ്പോൾ നേരിട്ട് ഫോൺ എടുക്കാതെ തന്നെ സംസാരിക്കാനൊരു ഭാഗ്യം കിട്ടിയല്ലോ. എന്തായാലും എൻ്റെ പ്രഭാഷണം കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശാലമായി കേട്ട് കാണും. അത് കാസറ്റിലൂടെ കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പലരും കമൻറ്റ് അടിച്ചിട്ടുണ്ട് അത് ആർക്കും പരസ്യമായിട്ട് പറയാൻ പറ്റൂല എന്ന്. കാരണം ഭാര്യാഭർത്തൃ ബന്ധം അത്രത്തോളം ഒരു കടുപ്പമേറിയ വിഷയമാണ്. ഏകദേശം 1 ലക്ഷത്തോളം പേരത് കണ്ടിരിക്കുന്നു. അവരിൽ പലരും ഈ വിനീതനെ വിളിച്ചിട്ട് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടി എന്ന് വളരെ സന്തോഷത്തോട് വിളിക്കുകയും ദുആ ചെയ്യണമെന്ന് വിനീതൻ വസിയത്ത് ചെയ്യുകയും ചെയ്തു. ഇനിയും നമുക്ക് തീരാത്ത വിഷയങ്ങളാണ്. ഇനി അതിൻ്റെ ഇൻഷാ അല്ലാഹ് മണിയറ രഹസ്യം 2ാം ഭാഗം ഇറക്കുന്നുണ്ട്. നാട്ടിൽ ഇറക്കിയിട്ട് കാസറ്റ് തരാം. ഇപ്പോൾ അത് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. എനിക്ക് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് നാട്ടിലാവുമ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ ചില 1-2 വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് കയറി വരും. അതൊക്കെ ഒന്ന് കണ്ണടച്ചൊന്ന് ക്ഷമിച്ചിരുന്നു കൊള്ളണം. കാരണം അറിയേണ്ട വിഷയങ്ങളാണ്, പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാറില്ല. പരിശുദ്ധ ഖുർആനും ഹദീസും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമായിരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. അതല്ലാതെ നമുക്കൊരു ചർച്ചയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീന് നമുക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഏത് കോമാളികൾക്കും ഒന്ന് കോമാളിത്തരം കാണിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. അതിനെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ടി വിയുടെ മുന്നിൽ, സിനിമയുടെ മുന്നിൽ, സീരിയലിൻ്റെ മുന്നിൽ ഉമ്മയും ഉപ്പയും പെങ്ങളും അതേപോലെ മക്കളും ഒരു നാണമില്ലാതെ ലജ്ജയില്ലാതെ അർദ്ധനഗ്നകളായ സിനിമ സീരിയൽ നടീനടന്മാരുടെ അവരുടെ ഔറത്തുകൾ കണ്ട് രസിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഉസ്താദുമാർ ഏതെങ്കിലും പ്രഭാഷണത്തിലൂടെ ഏതെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഹദീസോ ഒരായത്തോ വിഷയം പറഞ്ഞാൽ അയാൾ സെക്സ് പറഞ്ഞു. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് പറയുന്നതാണ് പ്രശ്നം, പ്രവർത്തിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. സ്വന്തം മകളെ അടുത്തിരുത്തിയിട്ട് വേശ്യാവൃത്തിയേക്കാളും മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുന്നതിന് ഒരു പ്രശ്നവുമില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അടങ്ങിയ അന്തസത്തകൾ നമ്മുടെ മുന്നിൽ വിളമ്പി വെക്കുമ്പോൾ അതൊരു വല്ലാത്ത അവജ്ഞയോടുകൂടിയാണ് കാണുന്നത്. അതാദ്യം മാറ്റിയെടുക്കണം. അള്ളാഹുവും റസൂലും പറഞ്ഞതാണ് ഈ ദീൻ എന്ന് നമ്മൾ പൂർണ്ണമായി ആദ്യം മനസ്സിലാക്കണം. ഈ അബൂബക്കറിൻ്റെ വാക്കല്ല ഇത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചില സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഓരോരുത്തർ ചോദിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാനാണ് ആമുഖമായ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. കാരണം ജ്യേഷ്ഠന്മാർ കാണും, അനുജന്മാർ കാണും, ഭാര്യ ഭർത്താവ് പിന്നെ പ്രശ്നമില്ല, പിന്നെ അവരുടെ സ്വന്തക്കാരൊക്കെ കാണും. അളിയന്മാർ തമ്മിൽ കാണുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മുഖത്ത് നോക്കാൻ പറ്റാതെ കുനിഞ്ഞ് നിന്ന് സലാം പറയേണ്ട ഒരു സാഹചര്യം വരും. അതുണ്ടാകാതിരിക്കാനാണ് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞത്. അൽഹംദുലില്ലാ, എല്ലാവരും ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വൈവാഹിക ജീവിതം, കുടുംബജീവിതം, ഇപ്പം ഇവർ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയട്ടെയോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കുടുംബജീവിതത്തിന് ഉസ്താദ് ഇനി പറയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അത് ചർച്ച ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ, അത് എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണത്. ഇനിയും പുതിയതായിട്ട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കിതാബുകൾ നോക്കുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങളാണ് കണ്ടെത്തുന്നത്. അതൊക്കെ നമുക്ക് എത്താൻ ഇതേപോലുള്ളൊരു സാഹചര്യം വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ വേണ്ടവണ്ണം നല്ലതുപോലെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിൻ്റെ സമയമെത്തിയിട്ട് വിവാഹം കഴിക്കാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. വിവാഹത്തിൻ്റെ പ്രായമെത്തി, പ്രായത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 15 വയസ്സ് 13 വയസ്സ് 16 വയസ്സ് ആ പ്രായമല്ല. ക്രോണിക് ബാച്ചിലർ എന്ന് പറയും. സമയം കഴിഞ്ഞു, മൂക്കിലെ രോമം നരച്ചു, കല്യാണം കഴിച്ച് എത്ര മക്കളുണ്ട് ചില്ല, കല്യാണം കഴിച്ചിട്ടില്ല, 8 വർഷമായി വന്ന് ഇതുവരെക്കൊരു നല്ല ജോലിയായിട്ടില്ല, പിന്നെ എന്ത് ഈ 8 വർഷം കൊണ്ട് എന്താ ചെയ്തത്? അപ്പോൾ ഇനി വേണം നാട്ടിൽ പോയിട്ട് ഒരു ജോലിയൊക്കെ ആയിട്ട് നാട്ടിൽ പോയി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോലി കിട്ടിയിട്ട് 10 ദിവസം ലീവ് എടുക്കണമെന്ന് പറയുന്ന പോലെയാണിത്. പിന്നീട് നാട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കാൻ അങ്ങനെ എത്രയോ പേർ, ക്രോണിക് ബാച്ചിലർ, സമയം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ. അവരാദ്യം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഉൾക്കൊണ്ട് അവർ ജീവിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അന്തസത്തയെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചു.
കൂടുതലും പ്രവാചകന്മാർ വിവാഹം കഴിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുകയും അവർക്കെല്ലാം സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖൽബിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജ. അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു. വദുർരിയ്യ, അവർക്ക് സന്താനങ്ങളും ഉണ്ടായിരുന്നു. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദ് തസവ്വജ വലം യുജാമിഅ فقيل له إنما فعل ذلك لنيل الفضل وإقامة السنة ولغض البصر. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിച്ചു, പക്ഷേ ഭാര്യയുമായി ബന്ധപ്പെട്ടില്ല. കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോ ഇന്നമാ ഫഅല ദാലിക ലിനൈലിൽ ഫളൽ, അള്ളാന്റെ അടുക്കൽ വലിയ ഔദാര്യം കിട്ടാൻ, വലിയ കൂലിയുള്ള ഒരു കർമ്മമാണ് വിവാഹം. വലി ഇഖാമത്തി സുന്ന വലി ഗള്ളിൽ ബസർ, കണ്ണിനെ സൂക്ഷിക്കാനും ഈ ദീനിനെ നിലനിർത്താനും ഈ സുന്നത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഞാൻ വിവാഹം കഴിച്ചു. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സയൻകഹു, നിക്കാഹ് കഴിക്കും. ഇദാ നസലൽ അർള, ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ വയൂലദു ലഹു, അദ്ദേഹത്തിന് കുട്ടിയും ഉണ്ടാകും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക തസ്വീജ മഖാഫതൽ ഈലാ ഫലൈസ മിന്നാ. ഒരു സഹോദരനോട്, ഒരു ചെറുപ്പക്കാരനോട് വിവാഹം കഴിക്കാൻ നാം ചോദിച്ചാൽ, ഒരുപാട് ബാധ്യതകളുള്ളവനാണ് ഞാൻ, വീടില്ലാത്തവനാണ് ഞാൻ, ജോലിയില്ലാത്തവനാണ് ഞാൻ, പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവളെ പോറ്റാനുള്ള വഴിയില്ലാത്തവനാണ് ഞാൻ. അതാണ് ഇന്ന് കൂടുതലും പറയാറുള്ളത്. മൊബൈൽ റീചാർജ് ചെയ്ത് ലൈൻ അടിക്കാൻ ഒരു പ്രശ്നവുമില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും വിളിക്കുക, അതിനകത്ത് ഒരു പ്രശ്നമില്ല. കല്യാണം കഴിക്കുന്നതിന് ഫുലൂസ് മാഫി, കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ ഫുലൂസ് മാഫി. നമ്മൾ എത്ര മൊബൈൽ, ഒരു സിമ്മ, രണ്ട് സിമ്മ, സിമ്മിന്റെ ഹോൾസെയിൽ തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ അങ്ങനെയാണ്. ഇപ്പം നെറ്റും കൂടെ വന്നതിന് ശേഷം ഉറക്കമില്ല, ഇത് തന്നെ വിളി, അതിനൊരു പ്രശ്നവും ഇല്ല. കാസറ്റ് വാങ്ങുന്നതിന് ഫുലൂസ് ഒരു പ്രശ്നമല്ല, സിനാ ചെയ്യാൻ പോകുന്നതിന് ഫുലൂസ് ഒരു പ്രശ്നമല്ല. കല്യാണം കഴിക്കുന്ന വിഷയം വരുമ്പോൾ മാത്രം കുടുംബ പാരമ്പര്യം, കുടുംബ പ്രാരാബ്ദം പറയും. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ആരൊരാൾ വിവാഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ കുടുംബ പ്രാരാബ്ദത്തെ കുറിച്ച് പറഞ്ഞാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ട്, നിന്റെ ഉത്തരവാദിത്തം അള്ളാഹണ് ഏറ്റെടുക്കുന്നത്, അള്ളാഹണ് ഏറ്റെടുക്കുന്നത്. ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളി. അവർ സാധുക്കളാണോ, അള്ളാഹ് അവന്റെ ഔദാര്യം കൊണ്ട് അവരെ സമ്പന്നരാക്കും, അള്ളാഹ് അവന്റെ ഔദാര്യം കൊണ്ട് അവരെ സമ്പന്നതയിലെത്തിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹു, മൂന്ന് കൂട്ടരെ സഹായിക്കൽ അള്ളാന്റെ ബാധ്യതയത്രേ. ഒന്ന് അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ തയ്യാറാകുന്ന യോദ്ധാവ്, അവനെ സഹായിക്കൽ അള്ളാന്റെ ബാധ്യതയാണ്. രണ്ടാമത് വന്നാകിഹു യുരീദു അൻ യസ്തഅഫിഫ, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കൽ അള്ളാന്റെ ബാധ്യതയാണ്. നബിയുനാ റസൂലുള്ളാഹി പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ നീ വിവാഹം കഴിക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. മാത്രമല്ല, ഇബാദത്തിനൊരു മാധുര്യം വേണമോ, ഇബാദത്തിനൊരു രസം വേണമോ, വിവാഹം കഴിച്ചിരിക്കണം. ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലാ യതിമ്മു നുസുകുൻ നാസികി ഹത്താ യതസവ്വജ. ഒരു നമസ്കാരക്കാരന്റെയോ, ഒരു ഹാജിയുടെയോ, ഒരു നോമ്പുകാരന്റെയോ, ഒരു ദീനിന്റെ ദഅവത്ത് ചെയ്യുന്ന വ്യക്തിയുടെയോ, ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുടെയോ ആരാധനയ്ക്ക് ഒരു ആനന്ദം ലഭിക്കണമെങ്കിൽ ഹത്താ യതസവ്വജ, അവൻ വിവാഹം കഴിച്ചിരിക്കണം. വിവാഹം കഴിച്ചാലേ ഇബാദത്തിന് തന്നെ ഒരു ആനന്ദം ഉണ്ടാവുള്ളൂ.
ഇബാദത്ത് ആനന്ദം ഉണ്ടാകണമെങ്കിൽ പ്രത്യേകമായി ചില സഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാം, ഓരോ നമസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യയുമായി ബന്ധപ്പെടുമായിരുന്നു. ശേഷം കുളിച്ചു ഒരുങ്ങി റാഹത്തായിട്ട് പോകും. കാരണം എന്താ, നിസ്കരിക്കുമ്പോൾ പിന്നെ ആ ഒരു ഫിക്രേ ഇല്ല. ഇതിപ്പോൾ ദുബായ്, അബുദാബി, അല്ലാഹ് മാഷാ അല്ലാഹ്. റമദാൻ മാസത്തിൽ എന്നെ വിളിച്ച്, ഞാൻ അപ്പോഴേ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ലേ റമദാനിൽ, കാരണം ഉള്ള നോമ്പ് ഫസാദാവണ്ട. ഇന്നലെ 1-2 സംഭവം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, റബ്ബ ഇതെന്താണ്? അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഇത്രയെങ്കിലും ഉണ്ടല്ലോ ഉസ്താദേ, അത്രയെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നും അല്ല ഇതൊന്നും ഇല്ലാതെ ഉണ്ടെന്ന്. അబ్బോ, അത്രയെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അത് ആലോചിച്ച് വയ്ക്കാണ്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അപ്പോ സക്കരിയ നബി യഹ്യ നബി അലൈഹി സ്വലാം പറഞ്ഞ എന്താ, കല്യാണം കഴിക്കുന്നില്ല ഖല്ലുൽ ബസർ, കണ്ണിനെ സൂക്ഷിക്കാനാണ്. ഒക്കെ വിഷയങ്ങൾ പിറകോട്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും. സമയം എത്ര മണി? ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 മണി 3 മണി വരെ, ഇവിടെ 11:30 അവസാനം എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പെട്ടെന്ന് ഊരി പിടിച്ച് പോകാനൊന്നും പറ്റൂല. എൻ്റെ പടച്ചവനെ, നാട്ടിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഇവിടെ ആരെ വിളിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് നേരത്തെ കാലത്തെ പോകണം. 2 ദിവസമായിരുന്നെങ്കിൽ നമുക്ക് വിശാലമായിട്ട് ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ഇതിപ്പോൾ 2 ദിവസവും ഇല്ല, 2 മണിക്കൂർ പോലും ഇല്ല. അതുകൊണ്ട് എത്തുന്നിടം വരെ എത്തട്ടെ. പറയുന്നത് തർത്തീബായിട്ട് പറയാനേ പറ്റുള്ളൂ, ഓടിച്ചിട്ട് പറയാൻ പറ്റൂല. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ വരെ പറഞ്ഞു തീർക്കണം എന്നുള്ള നിയ്യത്ത് ഇൻഷാ അല്ലാഹ് പറ്റുന്നെങ്കിൽ അത് പറഞ്ഞു തീർക്കാം, ഇല്ലെങ്കിൽ വരുന്നത് പോലെ. ഇനിയുണ്ട് 1-2 പരിപാടികളൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാണ്, ലാ യസ്ലമു ഖൽബുഹു ഇല്ലാ ബിഫിറാഗിൽ ഖൽബ്. ഒരാൾ നമസ്കരിക്കാനോ ഇബാദത്തിനോ പോകുമ്പോൾ അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം, ശൂന്യമായിരിക്കണം, നേരെ കോൺസെൻട്രേഷൻ ഇബാദത്തുമായുള്ള ബന്ധമായിരിക്കണം. കൂടുതലും കൈകെട്ടിയാൽ നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്താണ്? പെണ്ണുങ്ങളെ കണ്ടാൽ ആ പെണ്ണിന്റെ ചിത്രമായിരിക്കും. ഇന്ന ശൈത്താന തുനഖിഷു സൂറത്തൽ മൻദൂരി ഫിൽ ഖൽബ്. വേറെ എന്ത് കണ്ടാലും പിശാച് നമ്മളെ വരച്ച് ഹൃദയത്തിൽ ഒപ്പിച്ചു വെക്കൂല. ഒരു പെണ്ണിനെ കണ്ടു നോക്കുക, ആ പെണ്ണിന്റെ ഫോട്ടോ, ആ പെണ്ണിന്റെ വടിവം, അവളുടെ ആകാര സൗഷ്ഠവം 10 വർഷമായാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. 50 വയസ്സായ സഹോദരങ്ങൾ അവരുടെ കഴിഞ്ഞ കാലം ഭൂതകാല ജീവിതത്തിലെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് വേണമെങ്കിൽ ചോദിച്ചാൽ ചർച്ച ചെയ്യും. ഒരുമിച്ചിരുന്ന് പഠിച്ച ദാശായണിയുടെ ചരിത്രം വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ചോദിച്ചാൽ പറയും. എന്നാൽ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഇവിടെ നടന്ന ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കത് അറിയില്ല. അത് ശൈത്താൻ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയാൻ, അത് വൈറസ് കയറ്റിവിടും. മറ്റുള്ള വിഷയമാണെങ്കിൽ വൈറസ് കയറിയാലും ശൈത്താൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും. വൈറസിനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ സാധനത്തിനെ ഇങ്ങനെ വരച്ച് ഫ്രണ്ടിൽ വെക്കും. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടിയാലും അതാണ് വീണ്ടും റിട്ടേൺ അടിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റാഹത്താവണ്ടേ, മനസ്സിലാകത്താവണ്ടേ, ഇങ്ങനെ അവിടെ നിസ്കരിക്കാം. അപ്പൊ ആകെ ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഹാബാക്കളൊക്കെ ആദ്യം ഒന്ന് റാഹത്തായിട്ട് പോയി ഭാര്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ റാഹത്തായി ഫിറാഖുൽ ഖൽബോട് കൂടി റാഹത്തായിട്ട് പോയി നമസ്കരിക്കുന്നു, സന്തോഷമായിട്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അതുകൊണ്ട് ലമ്മാ ദറഖൂ ഖുറൈബൻ വ ഇക്രിമ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരെല്ലാവരും പ്രായപൂർത്തിയെത്തിയപ്പോ ഖുറൈബ്, ഇക്രിമ പോലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അവർ പ്രായപൂർത്തിയെത്തിയപ്പോ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ റത്തുമുൻ നികാഹ അൻകഹതുകും. ഏ മക്കളെ, നിങ്ങളിപ്പോൾ പക്വതയെത്തിയവരാണ്, പ്രായപൂർത്തിയായവരാണ്. നിങ്ങൾ വിവാഹ ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അൻകഹതുകും, നിങ്ങളെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. കാരണം എന്തെന്നറിയുമോ? ഫഇന്നൽ അബ്ദ ഇദാ സനാ നുസിഅ മിൻഹുൽ ഈമാൻ. അവിവാഹിതനായി കഴിഞ്ഞുകൂടിയിട്ട് ഏതെങ്കിലും ഒരു വേശ്യപ്പെണ്ണിന്റെ മാനം കവർന്നെടുക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ പൊന്നുമക്കളെ, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പിഴുതെറിയുമത്രേ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ മക്കള് പ്രായപൂർത്തിയെത്തിയപ്പോ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഇദാ അറത്തുമുൻ നികാഹ അൻകഹതുകും. നിക്കാഹിന് നിങ്ങൾ താല്പര്യമുണ്ടോ? ഞാൻ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാം. ഏത് മക്കളാ നോക്കുക? ഏത് ഉപ്പമാരാ ഇന്ന് അതിനെ തയ്യാറാകുന്നത്? നീ വിവാഹം കഴിക്കാനുള്ള എല്ലാ കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വാപ്പ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടെങ്കിലും മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിൽക്കാൽ അവനൊരു ജോലി കിട്ടട്ടെ, ഇപ്പോൾ ദുബായിലേക്ക് ഒരു വിസ എടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് വരട്ടെ. ഇപ്പോൾ വയസ്സ് എത്ര? ഇപ്പോൾ 28. ഒരു 2 വർഷം കഴിയട്ടെ. പയ്യനല്ലേ? ഈ വടക്ക് നിങ്ങളുടെ നാട്ടിലാണോ മരിച്ചാലും പുതിയാപ്പിള? അത് കാസർഗോഡ് ജില്ല തന്നെ ആണോ? അതെവിടെ? കണ്ണൂരാ? അതിലാണ്. മരിച്ചാലും പുതിയാപ്പിളയാ എന്ന് പറയുന്ന പോലെ അവൻ പയ്യനല്ലേ എന്ന് പറഞ്ഞാൽ
മൂക്കിൽ രോമം നരച്ചാലും പയ്യൻ തന്നെയാണ്, വയസ്സായാലും പയ്യൻ തന്നെയാണ്, മകൻ തന്നെയാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ അപ്പൊ എപ്പോഴും എന്ത് കവറില്ല പുതിയാപ്പിള അടുത്ത് തന്നെ എന്നെ കൂടെ അടയ്ക്കാതെ 99 വയസ്സാകും ഉപ്പായും പുതിയാപ്പിള തന്നെയാണ്. അൽഹംദുലില്ലാ സ്വർഗത്തിലെ പുതിയാപ്പിള അല്ലാഹു തആല ആ നിലയ്ക്ക് എത്തിക്കട്ടെ. അൽഹംദുലില്ലാ അല്ലേ, സ്വർഗത്തിലെ പുതിയാപ്പിളാണെങ്കിൽ വലിയ റാഹത്താണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാപ്പന്മാര് ഉപ്പന്മാര് ശ്രദ്ധിക്കുന്നില്ല, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതൊരു വലിയ വിഷയമാണത്. ഇനി ചില ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ആഗ്രഹമുണ്ട്, മക്കൾക്ക് ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കണമെന്ന്, പക്ഷെ ഉപ്പ തടസ്സം. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന എത്രയോ സ്ഥലത്ത് ഉസ്താദെ ഒന്ന് പറയണേ, എൻ്റെ ഉമ്മ തടസ്സമായിട്ടിരിക്കുകയാണ് കല്യാണത്തിന്. വാതിൽ ഉസ്താദ് പറയുമ്പോൾ അറിയില്ല, അവന് കഷ്ടം, അവൻ ഇങ്ങനെ വല്ലാത്ത വൈക്ലഭ്യമായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ അവന് വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ. അത് ഉമ്മ തടസ്സാണല്ലോ, മകനല്ലേ എൻ്റെ പൊന്നുമോൻ 31 വയസ്സ്, മോനെ നീ കുഞ്ഞാണ്, നീ ഇപ്പൊ കല്യാണം കഴിക്കല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക, പിന്നെ റൂട്ട് മാറും. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ വുലിദ ലഹു വലദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബഹു ഫഇദാ ബലഗ ഫൽയുസവ്വിജുഹു. ഏതെങ്കിലും ഒരു ഉപ്പയെ ഉമ്മയെ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ അവർക്ക് നല്ല പേരിട്ട് കൊള്ളട്ടെ, മര്യാദ പഠിപ്പിക്കട്ടെ, അദബ് പഠിപ്പിക്കട്ടെ, നല്ല ശിക്ഷണത്തോടുകൂടി അവരെ വാർത്തെടുക്കട്ടെ. അവർ പ്രായപൂർത്തിയെത്തിയാൽ പക്വതയുള്ളവരായാൽ ഫൽയുസവ്വിജുഹു, ഉപ്പാന്റെ ഉത്തരവാദിത്തമാണ് ആ വ്യക്തിയെ വിവാഹം കഴിപ്പിച്ചയക്കുക. തന്റെ മകനാകട്ടെ തന്റെ മകളാകട്ടെ. ഫൈൻ ബലഗ, പ്രായപൂർത്തിയെത്തി പക്വതയെത്തി, വാപ്പ വിവാഹത്തിന് തടസ്സം നിന്നു, ഫഅസാബ ഇസ്മാ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ലൈനടിച്ചവൻ വ്യഭിചാരത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ തൻ്റെ മകൾ അന്യപുരുഷനെയോ അന്യമതത്തിൻ്റെ ഉടമയെയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് തൻ്റെ മാനം, തൻ്റെ അഭിമാനം, തൻ്റെ ചാരിത്രം, തൻ്റെ ശാലീനത ആ വ്യക്തിയിലൂടെ നശിപ്പിക്കപ്പെട്ടാൽ ഫൈന്നമാ ഇസ്മുഹു അലാ അബീ, ഈ മക്കൾ പിഴച്ചതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ആ ഉപ്പയും ഉമ്മയും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പം നിങ്ങൾ പറയും ഉസ്താദെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിൽ പോകും പ്രസംഗിക്കണം, ഇവിടെ എൻ്റെ ഉപ്പായില്ല ഉമ്മയില്ല, പോകുമ്പോൾ പറയണം ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ഇത് പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മക്കൾ മാത്രമല്ലേ ഉള്ളൂ, ഇത് കേട്ടിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഉപ്പയും ഉമ്മയും ഉത്തരവാദികളാണ് മക്കള് പിഴച്ചു പോയാൽ. മനസ്സിലായിക്കൊള്ളി. അപ്പൊ സമയം എത്തിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തോ, പഠിപ്പിക്കട്ടെ, ഭർത്താവ് പഠിപ്പിക്കട്ടെ, കൊണ്ടുപോയി ഭർത്താവ് പഠിപ്പിച്ചു കൊള്ളട്ടെ, എവിടെയോ പഠിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ അത് പഠിപ്പിക്കൽ എല്ലാം പഠിച്ച് ജോലി കിട്ടി, ആ ജോലി എങ്ങനെ ഉണ്ടെന്ന് നോക്കി, അത് തനാസുല് മാറുമോ എന്നൊക്കെ നോക്കി, അതിനി വല്ല പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കി, ആ കമ്പനി പൂട്ടുമോ എന്ന് നോക്കി, സാമ്പത്തിക മാന്ദ്യം ഉയരുവോ താഴുവോ എന്ന് നോക്കി, ഇതെല്ലാം നോക്കിയിട്ട് കെട്ടിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലേ പിന്നെ ബുഡിയേയും കെട്ടിയിട്ടുള്ള കാര്യം നടക്കുള്ളൂ. ആ ഉള്ള സമയത്തുള്ള ചുറുചുറുപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് നിക്കാഹ് കഴിക്കൽ ഓരോ വ്യക്തികളുടെയും നിർബന്ധമാണ്. ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാൻ നിങ്ങളുടെ ബാധ്യത നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണത്. അത് ഉദാസീനതയോട് കാണരുത്, അങ്ങനെ തെറ്റിലേക്ക് പോകരുത്. ഏറ്റവും വലിയ തെറ്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ ഈമാൻ അള്ളാഹു പറിച്ചെടുക്കും. നഊദു ബില്ലാഹ്. അങ്ങനെ ഈമാൻ ഇല്ലാത്തവനായി മരിച്ചു പോകും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് മക്കളെ തർബിയത്ത് കൊടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ ലം യബ്ഖ മിൻ ഉംരി ഇല്ലാ 10 അയ്യാം, എൻ്റെ ജീവിതത്തിൽ ഒരു 10 ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും. കാരണം എന്തെന്നറിയുമോ? ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസിബാ, ഞാൻ നാളെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവിവാഹിതനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിവാഹിതനായി കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു 10 ദിവസം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുമത്രേ. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, വമാത ഇംറഅതാനി ലിമുആദ് ഇബ്നു ജബൽ ഫിത്താഊൻ, ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ 2 ഭാര്യമാർ പ്ലേഗ് ബാധിതരായി മരണപ്പെട്ടു പോയി. വകാന ഹുവ അയ്ളൻ മത്ഊന, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും ഇതേപോലെ പ്ലേഗ് രോഗബാധിതനാണ്. അദ്ദേഹം അതേ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ അനുചരന്മാരോട് പറയുകയാണ്, തൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, സൗവിജൂനി സൗവിജൂനി ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസിബാ, എന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കണേ.
പ്ലേഗ് പിടിച്ചിട്ട് കിടക്കുക. അപ്പൊ ഭാര്യാഭർത്തൃ ബന്ധം മാത്രമല്ല അതുകൊണ്ടുള്ള ലക്ഷ്യം. പ്ലേഗ് പിടിച്ചിട്ട് കിടക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അവിവാഹിതനായി റബ്ബിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കല്യാണം കഴിപ്പിച്ച് തരണേ. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. കല്യാണം കഴിക്കാതെ നടക്കുന്നവരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്താണ്? ആരൊരാൾ കല്യാണം കഴിക്കാതെ നടക്കുന്നോ, രണ്ട് കാരണങ്ങളാണ് ഞാൻ അവനിൽ കാണുന്നത്. ഒന്ന് അജൂസ്, രണ്ട് ഫുജൂർ. ഒന്നുകിൽ അവൻ വയസ്സനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സെന്ന് പറയാൻ പറ്റൂല, മാഫി ഫായിദെന്നോ മാഫി ഷഗാലെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അങ്ങനെ ആയിരിക്കാം. രണ്ട് ഫുജൂർ, അഹങ്കാരി, തെമ്മാടിയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരികമായ ഇച്ഛ പൂർത്തീകരിക്കാൻ വേശ്യകളെ അവൻ സമീപിക്കുന്ന തെമ്മാടിയായിരിക്കും. ഈ രണ്ട് കാരണങ്ങളല്ലാതെ ഒരു ചെറുപ്പക്കാരനിൽ വൈവാഹിക ജീവിതത്തെ പിന്തിക്കുന്നതായി ഞാൻ കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ കർക്കശ സ്വഭാവക്കാരൻ.